എങ്ങനെയാണ് ഈ കണക്ക് തെറ്റാണെന്ന് വാദിക്കുന്നത്? എനിക്കത് മനസ്സിലായില്ല. എവിടെ നിന്നാണ് ഈ വിവരം ലഭ്യമായത് എന്ന് മനസ്സിലായില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതൊരു ഭരണഘടന അംഗീകരിക്കുന്ന രാജ്യമാണല്ലോ. ആ രാജ്യത്ത് ഒരു സംസ്ഥാന ഗവൺമെൻറ് ആ വിധത്തിൽ പ്രയാസം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് രേഖാമൂലം ഞങ്ങളോട് ആ കാര്യം പറഞ്ഞോട്ടെ, അത് പരിശോധിക്കാം. ഇതേവരെ ആരും കേന്ദ്ര ഗവൺമെൻറ്റോ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കേന്ദ്രമന്ത്രിമാരോ ഒരാളും ഇങ്ങനെ ഒരു വിവരവും കേരളത്തിനോട് പറഞ്ഞിട്ടില്ല. കോടതിയിൽ ഹാജരായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായ മറുപടി കൊടുത്തു എന്ന് വാദിക്കുന്ന നിത്യാനന്ദ റായ്, ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞിട്ടില്ല. എവിടെ നിന്നാണ് ഈ വിവരം ലഭ്യമായത് എന്ന് ഞങ്ങൾക്കറിയില്ല. സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ കേരളം കൊടുക്കേണ്ടിയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളെ സംബന്ധിച്ച കണക്കാണ്. ആ കണക്ക് കൃത്യമായി കൊടുത്തു. അതിനുശേഷം ആഗസ്റ്റ് 14 ശേഷം നിശ്ചയിച്ചനുസരിച്ച് PDNA, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ്, അതും കേരള ഗവൺമെൻറ് കൊടുത്തു. കേരള ഗവൺമെൻറ് കൊടുത്ത കണക്കിൽ ഒരു തെറ്റുമുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. കേരളത്തിനോട് പറയട്ടെ, കേരളം അക്കാര്യത്തിൽ ഏതാണ് അവർ പറയുന്നതെങ്കിൽ അത് പരിശോധിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കണക്കിലെ കളികളെക്കുറിച്ച് പറയുന്നതല്ലാതെ ഇന്നേ വരെ പരിശോധിച്ച മെമ്മോറാണ്ടത്തിൽ എത്രയാണ് തരാൻ കഴിയുക എന്നൊരു ആശയവിനിമയം നടത്തിയിട്ടില്ല. കേന്ദ്രവും കേരളവും രണ്ട് വിധത്തിൽ നിൽക്കുന്ന ശത്രു രാജ്യങ്ങളൊന്നുമല്ലല്ലോ, ഒരു ഭരണഘടനയുടെ ഭാഗമല്ലേ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബംഗാളിലെ അതികഠിനമായിട്ടുള്ള ക്ഷാമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അത് പരിശോധിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ടല്ലോ, ഒരു ദുരന്തമുണ്ടായാൽ രാജ്യം, അതായത് കേന്ദ്രം ഏത് സംസ്ഥാനമാണോ ആ സംസ്ഥാനത്തിനോട് പെരുമാറേണ്ടത് ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെയാണ്. ആ വിധത്തിൽ പെരുമാറാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കണമെന്ന അഭ്യർത്ഥനയാണ്. കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല. ഏതെങ്കിലും വിധത്തിലുള്ള കത്തുകൾ രേഖാമൂലം കേരളത്തിന് കൈമാറട്ടെ, കേരളം ആ ഘട്ടത്തിൽ മറുപടി പറയാം. കോൺഗ്രസ് അടക്കം ഇന്നലെ വലിയ സമരത്തിലേക്ക് പോകുന്ന കണ്ടു. ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇത് സംസ്ഥാന സർക്കാർ അല്ല എന്നുള്ളത് ഇവർക്ക് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ല. ഞാനങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല. സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ് ഈ വികാരം. അതിന് ആരാണ് തടസ്സം നിൽക്കുന്നത് എന്ന് കൃത്യമായി നാടിനറിയാം. ആ വിധത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ വിധത്തിൽ കേരളത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു തർക്കമോ ഒരു പ്രയാസമോ ഉണ്ടാകേണ്ടതല്ല. കേരളം 3.5 കോടി മലയാളിയും ചൂരൽമലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. വ്യത്യസ്ത വിധത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിലേക്ക് പോകാതെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സായി നിൽക്കണം. ഇതുവരെയും അങ്ങനെ കേരളം നിന്നിട്ടുണ്ട്. ആ നിലപാട് തന്നെ തുടരണം എന്നാണ് എല്ലാവരോടും. കേന്ദ്രത്തിനെതിരായ സമരം കേരള പോലീസുമായിട്ട് തല്ലിയിട്ടാണോ വേണ്ടത്? അല്ല, അങ്ങനെ ഒരു വിവാദത്തിലേക്ക് ഇപ്പോൾ പോകണ്ട. ഫെബ്രുവരി 8-നും നേരത്തെ ഉണ്ടായ സമരത്തിനും പ്രതിപക്ഷവുമായി കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങൾ ആ സമരം പ്ലാൻ ചെയ്തത്. കാരണം ഇത് ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലടിക്കേണ്ട ഒരു പ്രശ്നമല്ല. ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്രത്തിനോട് അവകാശങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്രശ്നമാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭയിലെയും ലോകസഭയിലെയും MP-മാരായിട്ടുള്ള പിന്നെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഒറ്റക്കെട്ടായി കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ആവശ്യം ഉന്നയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുമായിട്ട് മുന്നോട്ട് പോകും. ഭൂമി തരംമാറ്റൽ ഹൈക്കോടതിയുടെ ഉത്തരവില്ല, അതെങ്ങനെ നടപ്പാക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് 27D സാധാരണ നിലയിൽ ഇടക്കാലത്ത് 2008-ലാണ് ബില്ല് വന്നതെങ്കിലും 2019-ലുണ്ടായ ഭേദഗതിയുടെ ഭാഗമാണ് 27D. അത് നടപ്പിലാക്കണം. അതുതന്നെയാണ് ശരി. 27D കാർഷിക അഭിവൃദ്ധി ഫണ്ടുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ അന്ന് ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അക്കൗണ്ടും മറ്റു കാര്യങ്ങളും ഒന്നും തീർപ്പാക്കിയിരുന്നില്ല. അതിപ്പോൾ റവന്യൂ കൃഷി വകുപ്പുകൾ കൂടി ചേർന്നുകൊണ്ട് സർക്കാരിൻ്റെ മുമ്പാകെ ധനകാര്യ വകുപ്പ് മുമ്പാകെ ആ കാര്യം നേരത്തെ സംസാരിച്ചിരുന്നു. കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നൊരു വിഷയമായതുകൊണ്ട് ആ വിധത്തിൽ ആലോചിക്കാം എന്ന് പറഞ്ഞു. കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ പത്രത്തിൽ കണ്ടതല്ലാതെ ബോധ്യപ്പെട്ടിട്ടില്ല. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അനധികൃതമായിട്ടുള്ള നികത്തിയ ഭൂമി ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ട് കൃഷിക്ക് അനുകൂലമായി നെൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ അർത്ഥതലങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളതാണ്. കോടതി വിധി നല്ലതുപോലെ പരിശോധിച്ച് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള വിധത്തിലുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും സർക്കാർ എടുക്കുക. അതുപോലെ തന്നെ ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വിവരം പുറത്തുവിടാത്തത് അക്ഷന്തവ്യമായിട്ടുള്ള പ്രശ്നമാണത്. ഈ പെൻഷൻ ആളുകൾ മേടിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു പരിശോധന നടത്തി വിവരം പുറത്തുവിടും. ഗവൺമെൻറ് പുറത്തുവിടണമെന്ന് തന്നെയാണ് അഭിപ്രായവും. കാരണം ആളുകൾ ഇതൊന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമല്ല. പക്ഷേ 1438 പേരെ അങ്ങനെ കണ്ടെത്തിയതായി ധനകാര്യ വകുപ്പ് അറിയിച്ചു. അവർക്കെല്ലാം ധനകാര്യ വകുപ്പ് നോട്ടീസ് കൊടുത്തു.
അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എടുത്ത് അതൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് അക്കാര്യങ്ങൾ പുറത്തുവിടുക തന്നെ ചെയ്യും. അത് ഒളിപ്പിച്ചു വയ്ക്കാനൊന്നും കഴിയുന്നൊരു കാര്യമല്ല. കാരണം ഗുരുതരമായൊരു പ്രശ്നമാണ്. ഇങ്ങനെ ചെയ്തവരോട് ഒരു സന്ധി നമുക്കുണ്ടാക്കാനും കഴിയില്ല. അത് കേവലം ഒരു പണം പലിശയോടുകൂടി തിരിച്ചടക്കിൽ അവസാനിക്കുകയില്ല. കഠിനമായ നടപടികളിലേക്ക് പോകേണ്ടി വരും. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പ്രധാനപ്പെട്ട ഒരു യോഗം നടത്തിയിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.